Hello everyone. വെൽക്കം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എഡുപോർട്ടിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക്. നിങ്ങളുടെ +1 അക്കൗണ്ട്സ് ഒക്കെ അടുത്തിരിക്കുകയാണ്, 18th അതിന്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയ കുട്ടി വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് നേരം ഇരുന്ന് കാണാതെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ ഇറക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്ക്. നിങ്ങൾക്കറിയാം, നിങ്ങളെ മോഡൽ എക്സാമിന് ഈ പ്രാവശ്യം അത് 6 മാർക്ക് 8 മാർക്കിന് വന്നിട്ടുണ്ട് അല്ലേ. സോ പെറ്റി ക്യാഷ് ബുക്ക് എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വളരെ എളുപ്പമുള്ള ഒരു അക്കൗണ്ട് ആണ് അല്ലെ, വളരെ എളുപ്പമുള്ള അക്കൗണ്ട് ആണ്. നിങ്ങൾ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെറ്റി ക്യാഷ് ബുക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് എ പെറ്റി ക്യാഷ് ബുക്ക്? എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ അല്ലെ? യെസ്, ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്സ് ഉണ്ട്. ആ 3 ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കിലെ 3ാമത്തെ ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്ക് ആണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അല്ലെ. എന്താ പെറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ പെറ്റി അടിക്കുക എന്ന് പറഞ്ഞാല് യെസ്, ചെറിയ എക്സ്പെൻസുകൾ, നമ്മുടെ കമ്പനിയിൽ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും അല്ലെ. വലിയ എമൗണ്ട് ഉള്ള കോടിക്കണക്കിനുള്ള എക്സ്പെൻസ് ഉണ്ടാവും, ലക്ഷക്കണക്കിനുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഫേസ് ചെയ്യുന്ന അടുത്ത എക്സ്പെൻസ് ആണ് എന്ത്? ചെറിയ എക്സ്പെൻസുകൾ അല്ലെ. നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു ഓഫീസ് നടക്കുകയാണ്, ആ ഓഫീസിലേക്ക് വേണ്ടി ഒരു പെന്ന്, ഒരു 5 രൂപന്റെ പെന്ന്, അത് നമ്മളൊരു പെൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വലിയൊരു സംഭവമാക്കാതെ അതിനെ ഒതുക്കി കണ്ടിട്ട് ഒരു വേറൊരു അക്കൗണ്ടിലേക്ക് ഇടുക, അതിനാണ് എന്ത് പറയുന്നത്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്തത് ഒരു പെറ്റി ക്യാഷ് ബുക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ പെറ്റി ക്യാഷ് ബുക്ക് പറഞ്ഞാൽ എന്താ എന്നുള്ളത് മനസ്സിലായി. അതിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ ഒരു വേർഡ് വായിച്ചു, നിങ്ങൾ പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇതിന്റെ കൂടെ മിസ് എന്താ ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളത് മാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം, കാരണം 1 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഒരു മെയിൻ ക്യാഷ്യർ ഉണ്ടാവും, ഒരു പെറ്റി ക്യാഷ്യറും ഉണ്ടാവും. ഓക്കെ, ഒരു കമ്പനിയിൽ മെയിൻ ക്യാഷ്യറും ഉണ്ടാവും, ഒരു പെറ്റി ക്യാഷ്യറും ഉണ്ടാകും. ഓക്കെ, സോ ഈ മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പെറ്റി ക്യാഷ്യറിന് എല്ലാ മാസത്തിന്റെയും തുടക്കം ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കും? പെറ്റി ക്യാഷ്യറിന് കൊടുക്കും. സപ്പോസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 1000 rupees ആണ് ആര് കൊടുത്തത്? മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിന് കൊടുത്തത്. എന്തിന്? ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ. അതായത് ഒരു 10 രൂപന്റെ പെന്ന് വാങ്ങിയാൽ നേരെ മാനേജറിന്റെ അടുത്തേക്ക് പോകണ്ട, മാനേജർ 10 രൂപ തരൂ, ഞാനൊരു പെന്ന് വാങ്ങി, അങ്ങനത്തെ ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് സം ഓഫ് എമൗണ്ട് ആർക്ക് കൊടുക്കും? ഒരു പെറ്റി ക്യാഷ്യറിന് കൊടുക്കും. സപ്പോസ് 1000 rupees ആണ് പെറ്റി ക്യാഷ്യറിന് കൊടുത്തതെങ്കിൽ ആ 1000 rupeesൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? അവര് ആ ചെലവ് വഹിക്കേണ്ടത്. സപ്പോസ് ഒരു പെന്ന് വാങ്ങാനുണ്ട്, 1000 rupeesന് 10 rupees എടുക്കാം. ഒരു ട്രാൻസ്പോർട്ടേഷന് ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കാനുണ്ട്, അതും ഇതിൽ നിന്ന് എടുക്കാം. ഈ പെറ്റി ക്യാഷ്യറിന് കൊടുത്ത ഇംപ്രസ്ഡ് മണിയിൽ നിന്നും എടുക്കാം. അപ്പം ഒരു മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിന് എല്ലാ മാസത്തെയും തുടക്കം കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്? ഈ പെറ്റി എമൗണ്ട്, ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇംപ്രസ്ഡ് സിസ്റ്റം. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 1000 രൂപയാണ് ആര് കൊടുത്തത്? മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിന് കൊടുത്തത്. കുറച്ച് എമൗണ്ടുകൾ ചെലവായി. സപ്പോസ് സേ 500 rupees ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു മന്ത് ചെലവായത് 500 rupees ആണ് ചെലവായത്. ബാക്കി ഈ പെറ്റി ക്യാഷ്യറിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 500 rupees ഇല്ലേ? 1000 rupees മെയിൻ ക്യാഷ്യർ ജാനുവരി 1 കൊടുത്തു. ജാനുവരി 30 ആയപ്പോത്തിനും 500 രൂപ എന്ത് ചെയ്തു? ഈ 1000ൽ നിന്നും ചെലവായി. ബാക്കി എത്ര ഉണ്ട് ഇപ്പൊ പെറ്റി ക്യാഷ്യറിന്റെ കയ്യില്? 500 രൂപ ഉണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് മന്ത് തുടങ്ങുന്ന സമയത്ത് മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യും? 1000 രൂപ വീണ്ടും കൊടുക്കില്ല. എന്ത് കൊടുക്കുള്ളൂ? 1000 രൂപ ആക്കാൻ വേണ്ടി. സപ്പോസ് 500 ആണ് നമുക്കുള്ളത്, ഇനിയും ഇവരുടെ കൈമിൽ മന്തിന്റെ തുടക്കം 1000 വേണം. 1000 വേണമെങ്കിൽ എത്ര രൂപ കൊടുത്താൽ മതി? ഒരു 500 കൂടി കൊടുത്താൽ മതി അല്ലെ. ആ 500 കൂടി കൊടുക്കുമ്പോൾ എന്തായി? 1000 ആയി. അതായത് എത്രയാണോ ചെലവാക്കിയത് അതാണ് വീണ്ടും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാ. മനസ്സിലായല്ലോ? മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിന് ഒരു എമൗണ്ട് കൊടുക്കും, ആ എമൗണ്ടിൽ നിന്നാണ് ഈ പെറ്റി എക്സ്പെൻസുകളൊക്കെ പെറ്റി ക്യാഷ്യർ വഹിക്കുക. ആ വഹിച്ച എത്രയാണോ എക്സ്പെൻസ് വന്നത് ആ എമൗണ്ട് വീണ്ടും മെയിൻ ക്യാഷ്യർ നെക്സ്റ്റ് മന്ത് കൊടുക്കും, എന്നിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യും? ഒരേപോലെ ആക്കും. ഓക്കെ, സോ ദിസ് സിസ്റ്റം ഇസ് കോൾഡ് ആസ് വാട്ട്?
ഇംപ്രസ്ഡ് സിസ്റ്റം. ഇനി ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്താലോ? യെസ്, ഒന്ന് നോക്കിയേ. മിസ്റ്റർ ജോൺ ദ പെറ്റി കാഷ്യർ ഓഫ് അജ്മൽ ട്രേഡേഴ്സ് റിസീവ്ഡ് ₹1000 ഓൺ 1st 4, 2019 ഫ്രം ദ മെയിൻ കാഷ്യർ. അപ്പോൾ പെറ്റി കാഷ്യറിന് ഇവിടെ ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം എത്ര എമൗണ്ട് കിട്ടിയത്? 1000 rupees ആണ് കിട്ടിയത്. ഫോർ ദ മന്ത് ഡീറ്റെയിൽസ് ആർ എക്സ്പെൻസ് ഒക്കെ. ഇതാണ് എന്ത്? ഡീറ്റെയിൽ. ഇത്രയും പെറ്റി എക്സ്പെൻസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു കാഷ്യർ ഫേസ് ചെയ്തത്. ആര്? ജോൺ ഫേസ് ചെയ്ത ഇത്രയും എക്സ്പെൻസുകളാണ് ആര് ഫേസ് ചെയ്തത്? ജോൺ ഫേസ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്കിലേക്ക് എഴുതുക, എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത്, ഈ ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, സോ നിങ്ങളുടെ നമ്മുടെ ടി ഫോർമാറ്റിലെ അക്കൗണ്ട് പോലെ രണ്ട് സൈഡിലും എന്തുണ്ടാവും? എമൗണ്ട് കോളം ഉണ്ടാവും അല്ലെ. ഇതേപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്കിലും രണ്ട് സൈഡിലും എമൗണ്ട് കോളം ഉണ്ടാവും. പക്ഷെ പെർട്ടിക്കുലർ ഒരു കോളത്തിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡേറ്റിന് ഒരു കോൾ ഇടാണെങ്കിൽ അതിന്റെ മുന്നേ ആയിട്ട് എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കോളം കൊടുക്കണം. എമൗണ്ട് റിസീവ്ഡ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഡേറ്റ് വരുന്നത്. സോ ഒരു ഡേറ്റ് കോളം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യണം? എമൗണ്ട് റിസീവ്ഡ് ചെയ്താം. എന്നിട്ട് പെർട്ടിക്കുലേഴ്സ്, പിന്നെന്താ? ടോട്ടൽ പേയ്മെന്റ്. വൗച്ചർ നമ്പർ ആണ് കേട്ടോ. വൗച്ചർ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബില്ല് ഉണ്ടെങ്കിൽ ആ നമ്പർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അവിടെ ഒരു കോളം വരച്ചിടുക. ഓക്കെ, എമൗണ്ട് റിസീവ്ഡ് ഫസ്റ്റ് ഡേറ്റ് കോളം വരയ്ക്കുക, ലെഫ്റ്റ് സൈഡിൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് വൗച്ചർ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, പിന്നെ വരുന്നതാണ് എന്ത്? ടോട്ടൽ പേയ്മെന്റ്. സോ എമൗണ്ട് കോളം എത്ര എമൗണ്ട് കോളം വന്നു? 2 എമൗണ്ട് കോളം വന്നു അല്ലെ. ടോട്ടൽ പേയ്മെന്റ്. പിന്നെ ഉള്ളത് ഇനി ഒരുപാട് അക്കൗണ്ട്, ഒരുപാട് സ്ലൈഡ് കണ്ടോ, ഒരുപാട് കോളങ്ങൾ ഞാൻ വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങളെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എത്ര ട്രാൻസാക്ഷൻസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത്രയും കോളം നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ചിടുക. നോർമലി ഈ ഒരു പെറ്റി ക്യാഷ് ബുക്കിൽ ഉണ്ടാവുന്ന കോളങ്ങളാണ് എന്ത്? ഓക്കെ, നോർമലി ഈ ഒരു പെറ്റി ക്യാഷ് ബുക്കിൽ ഉണ്ടാകുന്ന കോളങ്ങളാണ്, one second. ഓക്കെ, നോർമലി പെറ്റി ക്യാഷ് ബുക്കിൽ ഉണ്ടാവുന്ന കോളങ്ങളാണ് പോസ്റ്റേജ്, ടെലിഫോൺ ചാർജസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, സ്റ്റേഷനറി, മിസ്സലീനിയസ്. പോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് അയക്കാനും അങ്ങനത്തെ രീതിയിലുള്ള എക്സ്പെൻസുകൾ. ടെലിഫോൺ ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാലോ അല്ലെ, കോളിങ്ങിന്. ട്രാവലിംഗ് എക്സ്പെൻസസ്, യാത്രാ ചെലവുകൾ. സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പെന്ന്, പെൻസിൽ അങ്ങനത്തെ ഐറ്റംസുകൾ വാങ്ങുന്നത്. മിസ്സലീനിയസ് ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത അത് വേറെ എക്സ്പെൻസുകളാണ് എന്ത്? മിസ്സലീനിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എത്രയാണോ ഇംപ്രസ്ഡ് മണി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എത്രയാണ് ഇംപ്രസ്ഡ് മണി? ഇവിടെ 1000 rupees ആണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ്ഡ് എന്നാണ്. നെക്സ്റ്റ്, സോ ക്യാഷ് റിസീവ്ഡ് എന്നാണ് ക്യാഷ് റിസീവ്ഡ്? അത് 1/4/2019 ക്യാഷ് റിസീവ്ഡ്. ഈ ക്യാഷ് റിസീവ് ചെയ്ത ഈ എമൗണ്ട് നമ്മൾ എവിടേക്കാണ് എഴുതേണ്ടത്? ദാ ഇവിടുത്തെ ഈ കോളല്ലേ, ഈ കോളത്തിലാണ് 1000 rupees എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഈ 1000 rupees എവിടെ എഴുതേണ്ടത്? ക്യാഷ് റിസീവ്ഡ് എഴുതിയിട്ട് ഫസ്റ്റത്തെ കോളം, ഫസ്റ്റത്തെ എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ് എഴുതേണ്ടത് 1000 rupees. അതായത് ഡെബിറ്റ് സൈഡിലാണ് എന്ത് എഴുതേണ്ടത്? 1000 rupees എന്ന് എഴുതേണ്ടത്. നെക്സ്റ്റ് അടുത്ത പണി എന്താന്ന് വെച്ചാൽ, ഇത്രയും എക്സ്പെൻസുകൾ നിങ്ങൾ കണ്ടു, ലൈക്ക് ഒരുപാട് എക്സ്പെൻസുകൾ കണ്ടു. നിങ്ങൾ ഫസ്റ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യുക? മിസ്സാവാതെ നിൽക്കാൻ വേണ്ടി എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുക? ഓരോന്നായിട്ട് താഴെ താഴെ എഴുതാം. നെക്സ്റ്റ് എന്തൊക്കെ എഴുതാം? ഓരോ ഡേറ്റ് വൈസ് എന്ത് ചെയ്യുക? ഡേറ്റ് എഴുതാം. ഫസ്റ്റത്തേത് എന്താ ഡേറ്റ്? 2/4/19 ഓട്ടോ ചാർജ്. യെസ്. അടുത്തത് എന്താ എക്സ്പെൻസ് വരുന്നത്? അടുത്ത എക്സ്പെൻസ് എന്താ വരുന്നത്? കാർട്ടേജ്. എന്ത് ചെയ്താ? ഇവിടെ എഴുതാ കാർട്ടേജ്. നെക്സ്റ്റ് എന്താ വരുന്നത്? അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും എഴുതാ. കാർട്ടേജ്, കൊറിയർ ചാർജ്, ടെലിഫോൺ ചാർജ്. കൊറിയർ ചാർജ്, ടെലിഫോൺ ചാർജ്. അപ്പൊ ഇങ്ങനെ എല്ലാ എക്സ്പെൻസുകളും ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാം. ഓക്കെ, അപ്പൊ മാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ എക്സ്പെൻസുകളെയും ഫസ്റ്റ് എന്ത് ചെയ്തു? എല്ലാ എക്സ്പെൻസുകളെയും പെർട്ടിക്കുലേഴ്സിൽ ഓരോ എക്സ്പെൻസ് ആയി സോർട്ട് ഔട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ എമൗണ്ട് ഈ സൈഡിൽ തന്ന എമൗണ്ട് ഉണ്ടല്ലോ, 20, 60, 100, 70, 28, 42, ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തു? ഞാൻ ടോട്ടൽ പേയ്മെന്റ് എന്ന് പറഞ്ഞ കോളം, ഈ ഒരു ടോട്ടൽ പേയ്മെന്റ് എന്ന് പറഞ്ഞ കോളത്തിൽ ഓരോന്നായിട്ട് 20, 60, 100 എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്?
എന്താണ്, നിങ്ങൾ ഒന്ന് തീരുമാനിക്കുക എത്ര കോളങ്ങളാണ് വേണ്ടത്. പോസ്റ്റേജ് ഉണ്ടോ, പോസ്റ്റേജിന് ഒരു കോളം വേണം. ട്രാവലിംഗ് ഉണ്ടോ, ട്രാവലിംഗിന് ഒരു കോളം വേണം. പിന്നെന്താ, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടോ, അപ്പൊ സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ മിസ്സലീനിയസ്, ഇതിലൊന്നും പെടാത്ത ഐറ്റംസ് ആണ് നിങ്ങൾ എന്തിലേക്ക് ഇടാം, മിസ്സലീനിയസ് ഐറ്റംസിലേക്ക് ഇടാം. ഇവിടെ മാം ഉണ്ടാക്കിയത് പോസ്റ്റേജ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കി, ടെലിഫോൺ ചാർജ്, ട്രാവലിംഗ് എക്സ്പെൻസ്, സ്റ്റേഷനറി, മിസ്സലീനിയസ്. ഇനി ഫസ്റ്റത്തെ ഐറ്റം ആണ് എന്ത്, ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞത് അല്ലെ. ഫസ്റ്റത്തെ ഐറ്റം ആണ് ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞ് മിസ് എഴുതിയതാണ് ഓട്ടോ ചാർജ്. ഈ ഓട്ടോ ചാർജ് ഏത് ഐറ്റത്തിലെ പെടാം, പോസ്റ്റേജിൽ പെടോ, ടെലിഫോണിൽ പെടോ, ട്രാവലിൽ പെടോ, ട്രാവലിൽ പെടും. അപ്പൊ എന്ത് ചെയ്യുക, ഈ 20 ട്രാവലിന്റെ അവിടെ 20 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഈ ട്രാവലിന്റെ അവിടെ 20 എന്ന് പറഞ്ഞ് എഴുതാം. നെക്സ്റ്റ് കാർട്ടേജ്, കാർട്ടേജ് 20. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, മിസ്സലീനിയസ് ഐറ്റത്തിലേക്ക് കൊണ്ടുപോയിട്ട് 20 എഴുതാം. കൊറിയർ ചാർജ്, കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അയക്കുന്നതിനുള്ള ചാർജ് ആണ് അല്ലെ. അപ്പൊ ഇതിലെ വരിക, പോസ്റ്റേജിലാണ് വരിക. യെസ്, അപ്പൊ 60 ഞാൻ ഇവിടേക്ക് എഴുതി, പോസ്റ്റേജിൽ എഴുതി. ടെലിഫോൺ, ടെലിഫോൺ ചാർജ് നമ്മൾ വേറെ തന്നെ ഒരു കോളം ഉണ്ടാക്കി, ടെലിഫോൺ ചാർജ് അവിടെ കൊണ്ട് 100 എഴുതി. നെക്സ്റ്റ് എന്താ, പോസ്റ്റേജ്, ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റേജിലേക്ക് എഴുതാം. സ്പീഡ് പോസ്റ്റ്, അതും പോസ്റ്റേജ് ആണ് 20. ഓഫീസ് സ്റ്റേഷനറി, അത് ഏത് ഐറ്റത്തിലേക്ക് പെടുന്നതാണ്, സ്റ്റേഷനറിയിലേക്ക് പെടുന്നതാണ് അല്ലെ. സോ സ്റ്റേഷനറിയിൽ എന്ത് ചെയ്താൽ മതി, 20 എഴുതാം. മനസ്സിലായോ, വളരെ ഈസി അല്ലേ. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ, ക്വസ്റ്റ്യനിലുള്ള എല്ലാ പെർട്ടിക്കുലേഴ്സും നേരെ പെർട്ടിക്കുലർ ഐറ്റത്തിൽ താഴെ എഴുതുക. എന്നിട്ട് അതിന്റെ സൈഡിലുള്ള എമൗണ്ടുകൾ എന്ത് ചെയ്യുക, ടോട്ടൽ പേയ്മെന്റ് എന്നുള്ള എല്ലാ എമൗണ്ടിലും എന്ത് ചെയ്യുക, അവിടെ കൊണ്ട് എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓരോ ഐറ്റംസ് ഏതിലാണ് പെടുന്നത് എന്നുള്ള ഓരോ ഐറ്റംസ് ഓരോ കോളത്തിൽ സോർട്ട് ഔട്ട് ചെയ്ത് എന്ത് ചെയ്താൽ എഴുതി വെക്കാം. ഇനിയാണ് ബാലൻസിങ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇവിടെയാണ്. ബാലൻസിങ്ങിലാണ് നിങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ടോട്ടൽ പേയ്മെന്റിന്റെ കോളല്ലേ, ടോട്ടൽ പേയ്മെന്റിന്റെ കോളം, ആ പേയ്മെന്റിന്റെ കോളം മൊത്തത്തിൽ ആഡ് ആക്കാം. അതായത് 20 + 20 + 60 + 100 + 70 എന്നിട്ടുള്ളത് ആ ഓർഡറിൽ മൊത്തം ഈ എമൗണ്ട് ഫുള്ളും എന്ത് ചെയ്യുക, ആഡ് ആക്കാം. ഇവിടെ മൊത്തം ആഡ് ആക്കിയപ്പോൾ മിസ്സിന് കിട്ടുന്ന എത്രയാണ്, 628. ഓക്കെ, എപ്പോഴാണ് 628. ഏതൊക്കെ ആഡ് ആക്കിയത്, 20 20, ഇതാ 20 20 60 100 70 28 42, ഇതാ ഇത് മൊത്തം എന്ത് ചെയ്യുക, ആഡ് ആക്കുക. ഇത് മൊത്തം ആഡ് ആക്കി കിട്ടിയപ്പോഴുള്ള എമൗണ്ട് ആണ് എന്ത്, 628. ഓക്കെ, ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് ആഡ് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പോസ്റ്റേജിന്റെ കോളം ഫുള്ളും ആഡ് ആക്കുക. അതായത് 60 + 70 + 28 + 40 + 20 മൊത്തം കിട്ടും 218 കിട്ടും. നെക്സ്റ്റ് കോളം ഇതേപോലെ ആഡ് ആക്കുക. നെക്സ്റ്റ് കോളം ഓരോരോ കോളം എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് എഴുതി വെക്കുക. ഇവിടെ 130 കിട്ടും, ഇവിടെ 103 കിട്ടും, ഇവിടെ 70 കിട്ടും, ഇവിടെ 107 കിട്ടും. ഈ 3 എമൗണ്ട് ശ്രദ്ധിച്ചോ, ഈ എല്ലാ എമൗണ്ടും ആഡ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടണം, ഈ 628 കിട്ടണം. ഈ 628 കിട്ടണം. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈസി, എന്റെ ഇതിൽ നിങ്ങൾക്ക് ഈസി ഈ ടോട്ടൽ പേയ്മെന്റിന്റെ കോളം മൊത്തത്തിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ട് ടോട്ടൽ അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ഇത് എത്രയാണ് എമൗണ്ട്, 628. ഓക്കെ, അപ്പൊ 628 rupees ആണ് നമ്മുടെ പെറ്റി ക്യാഷറിന് ചെലവായത്. എത്ര എമൗണ്ട് മെയിൻ ക്യാഷർ കൊടുത്തത്, 1000 rupees ആണ് മെയിൻ ക്യാഷർ കൊടുത്തത് അല്ലെ. ആ 1000 rupees നിന്നും എത്ര ചെലവാക്കി, 628 rupees ചെലവാക്കി. ഇനി നമുക്ക് ആ മന്ത് ക്ലോസ് ചെയ്തൂടെ, മന്ത് ക്ലോസ് ചെയ്യാലോ അല്ലെ. മന്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പഠിച്ചത്, രണ്ട് സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആവണം. ഈ ഡെബിറ്റ് സൈഡിൽ എത്ര എമൗണ്ട് ഉള്ളത്, 1000 rupees ആണല്ലോ അല്ലെ. ഇവിടെ ഡെബിറ്റ് സൈഡിൽ എത്ര ഉള്ളത്, 1000 rupees, which means that ഇവിടെ എത്ര വേണം, 1000 rupees വേണം. 1000 rupees എന്ത് ചെയ്യണം, ഇവിടെ 1000 rupees വേണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും എന്ത് വേണം, 1000 rupees വേണ്ടേ, യെസ് 1000 rupees വേണം. പക്ഷെ ഇവിടെ ആഡ് ചെയ്തപ്പോൾ എത്ര നമുക്ക് വന്നത്, 628 ആണ് അല്ലെ. സോ നമുക്ക് ഒരു ബാലൻസ് ഫിഗർ ഉണ്ടാകും. ബാലൻസ് ക്യാരി ഡൗൺ 1000 - 628. 1000 - 628 എത്ര, 372. 372. ഇതാണ് എന്ത്, ഒരു പെറ്റി ക്യാഷറിന്റെ കൈമേൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത മാസം ആവുമ്പോൾ നമ്മൾ ഫോർത്തിലാണ്, ഫസ്റ്റ് ഫോർത്തിനാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു വന്നിട്ടുള്ള ഏപ്രിലാണ് എന്ത്, 372 rupees 1000 രൂപ തന്നിട്ടുള്ളത്. ആ 1000 രൂപയിൽ നിന്നും 628 രൂപ ചെലവാക്കി കഴിഞ്ഞു. ചെലവാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി എത്ര എമൗണ്ട് ഉള്ളത്, 372. അടുത്ത മാസം പോകുമ്പോൾ, അതായത് 1/5/2019 പോകുമ്പോൾ ബാലൻസ് ബ്രൗട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ഉണ്ടാകും, അത് നമ്മൾ ഇപ്പുറത്താണ് എഴുതുന്നത്. എത്ര എമൗണ്ട് ഉണ്ടാകും, 372 രൂപയാണ് ഉള്ളത് അല്ലെ. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും 372 രൂപയാണ് ഉള്ളത്. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം ആ മാസം അയാൾക്ക് എത്ര കിട്ടണം, ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം ക്യാഷ് റിസീവ്ഡ് എത്ര റിസീവ് ചെയ്യും, മെയിൻ ക്യാഷർ കൈമെന്നും നമുക്ക് ചെലവാക്കിയതല്ലേ കിട്ടുള്ളൂ. ഇവിടെ എത്ര നമ്മൾ ചെലവാക്കിയത്,
ചെലവാക്കിയത് 628 അല്ലെ. ഇവിടെ എത്ര ചെലവാക്കിയത്? 628 രൂപയാണ് ചെലവാക്കിയത്. സോ എത്ര രൂപയാണ് അടുത്ത മാസമാവുമ്പോൾ മെയിൻ ക്യാഷ് തരാം? 628. ടോട്ടൽ ചെയ്യുമ്പോഴോ 1000 രൂപ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. 1000 രൂപ ആയി. ക്ലിയർ ആയോ? ഇതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് 1000 രൂപ ഫസ്റ്റ് മന്ത് ഏപ്രിൽ 1000 രൂപ കിട്ടി. ഇത്രയും കാര്യങ്ങൾ ചെലവാക്കിയ എമൗണ്ട് ആണ് എന്ത്? 628 എന്ന് പറയുന്നത്. ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 372 ആണ് നമ്മുടെ ബാക്കിയുള്ള എമൗണ്ട്. അത് അടുത്ത മാസത്തേക്ക് കൊണ്ടുപോകും. 5ാം മാസം നമ്മൾ എന്ത് ചെയ്യും? 372 ബാലൻസ് ബ്രൗട്ട് ഡൗൺ എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അടുത്ത മാസം മെയിൻ ക്യാഷ് നമുക്ക് ക്യാഷ് തരും. എത്ര ക്യാഷ് തരാ? എത്രയാണോ ചെലവാക്കിയത്. എത്ര നമ്മൾ ഇവിടെ ചെലവാക്കിയത്? 628 രൂപയല്ലേ. ആ 628 രൂപ വീണ്ടും മെയിൻ ക്യാഷ് തരും. അപ്പൊ നമുക്ക് 1000 ആയല്ലോ. ഇങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുക. ദിസ് ഇസ് ഹൗ യു ഡു ദ പെറ്റി ക്യാഷ് ബുക്ക്. ഈസി ആണല്ലോ അല്ലെ. എല്ലാവരും ഈ വീഡിയോ വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോ മാം ഇറക്കുന്നതായിരിക്കും. ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.